ഓ നല്ല രസം. എന്തിന്? മാമനത് ഇളക്കണ കാണാൻ. ഇളക്കം നോക്കോണ്ട് നിൽക്കാ നിന്നെ പിടിച്ചോണ്ട് കെട്ടിയെന്ന് വിളിച്ചത്. എടാ ഇത് പാചകം ഈ സാധനമൊക്കെ പഠിക്കാൻ വേണ്ടിട്ടല്ലയോ എണ്ണ കാച്ചുന്നതൊക്കെ കേട്ടോ. പാചകപ്പരല്ലേ ഇത്? രാവിലെ തൊട്ട് കിടന്ന് ഇളക്കുവാണല്ലോ. ഇത് എന്നാ കിടന്ന് ഇളക്കണത്? എടാ ഇതാണ് അജമാംസ രസായനം എന്ന് പറയും. അജമാംസ രസായനം അതെന്നതാ? എടാ അജോ എന്ന് പറഞ്ഞ ആട്. അപ്പൊ ഇത് മട്ടൻ. മാമാ ഞാൻ ഇപ്പൊ വരാം. എവിടെ പോകുന്നടാ? ഞാനേ ആ ജംഗ്ഷനിൽ പോയി 10 പൊറോട്ട ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരാം. എന്തിന്? ഈ മട്ടനും പൊറോട്ടയും കഴിച്ചിട്ട് കുറെ നാളായി. ഒരു ഒറ്റ വീക്കോച്ച ചട്ടത്തിന്റെ മോഡലിന് കേട്ടോ. എടാ ഇത് അതല്ലെന്ന്. പിന്നെ രസായനമാന്ന്. ആ രസായനായിരുന്നു. പിന്നെ വൈദ്യുതി വരുമ്പോഴത്തേക്ക് നോക്കി കണ്ടൊക്കെ നിന്നോണം. ഇവിടെ കിടന്ന് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നോക്കി കണ്ട് നിന്നോളാം. അങ്ങനെ നിൽക്കരുത്. പിന്നെ വൈദ്യുതി തിളച്ചെടുത്ത് കണ്ണ പിടിച്ചു തരും. എല്ലാം പണി ചെയ്തോണ്ട് നിൽക്കണം. അതെ അതെ. നാരായണ നാരായണ. മാമോ ഓ ഒരു നാരദം വന്നിരിക്കുന്നു. ഇതേതാണോ ഈ സിംഹവാലം കുരങ്ങൻ? അത് ഇതെന്റെ സഹോദരിയുടെ മോനാ. ഇവിടെ പിന്നെ ഈ വൈദ്യം പഠിക്കാനായിട്ട്. വൈദ്യം പഠിക്കാനായിട്ട് ഇങ്ങോട്ടാണോ അവനെ? നാട്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ പഠിപ്പിക്കും. നോക്കിയട്ടെ. കുഴപ്പമില്ല. പക്ഷെ അടി പിടിക്കാതെ നോക്കണം. ഓ അതെന്താ അടി പിടിച്ചാല്? എടാ ചെമ്പ് കത്തിക്കൊണ്ട് അടി പിടിച്ച കൈ പൊള്ളതല്ലേ? പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം തെങ്ങും പൂക്കല രസായനം. തെങ്ങും പൂക്കല എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചെടുക്കുവല്ല. ഒരുത്തരെ പറഞ്ഞു വിട്ടിട്ട് മണിക്കൂറെന്നായി. തെങ്ങും പൂക്കല കൊണ്ടുവന്നാലേ രസായനം ഉണ്ടാക്കാൻ പറ്റൂ. ആ വന്നില്ല ഇതിലോട്ട്. വൈദ്യരെ ഈ കരിങ്കുരങ്ങ് രസായനം ഉണ്ടാക്കും ഇവിടെ. അങ്ങനെ സംശയങ്ങൾ ചോദിച്ച് പഠിക്കണം. പറഞ്ഞ മനസ്സിലായി. പണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ നല്ല ഇനം പൂച്ചനെ കിട്ടാത്തതിന് വരി അതങ്ങ് നിർത്തി. പൂച്ചയോ? ഇതിനകത്ത് മല്ലിയില ഇട്ടോ? അല്ല പൊടിയെല്ലാം ഇട്ടാന്ന്. എല്ലാം ഇട്ടെന്ന്. വൈദ്യരെ ഓ പണ്ടത്തെ പോലല്ല. ഉണക്കമുതിരിക്ക് ഒരു വല്ലാത്ത ടേസ്റ്റാ, വല്ലാത്ത ചൊവ്വ. ആണോ? ഇന്നലെ അതിനകത്ത് ഒരു കറുത്ത വണ്ട് കുറെ കിടക്കാം. അത് വാരി തിന്നു. ഇനിയിപ്പോ കളയാനേ കൊള്ളാവൂ. പിന്നെ ഇത്ര രൂപ മുടക്കിട്ട് കളയാലോ. ഒന്നോടെ ഇളക്കി സെറ്റ് ചെയ്ത്. അത് മതിയല്ലേ? നീർന്നേ നീർന്നേ. ഇവിടെ എവിടെയാ നീർനായ? നീർന്നായോ? നീർന്നേ. ആ ഞാൻ ഇതുവരെ ആയിട്ട് ഇത് ചെയ്തിട്ട് ഇത് ഒരുത്തം പോലും പറഞ്ഞിട്ടില്ല നീർന്നേ നീർന്നേന്ന്. അതെന്ത് സംഭവം? നോക്കി വൈദ്യുതി നോക്കിയാട്ട്. അങ്ങനെ പോകാൻ വഴിയില്ല. അതെങ്ങനെ നീറും? ആ അയ്യോ അയ്യോ അതല്ല എന്റെ കണ്ണ് നീർന്നേ. ഇതിന്റെ എന്റെ കണ്ണ് നീർന്നേ. ഇതിനകത്ത് ആരാ മീൻകറി ഉണ്ടാക്കി വെച്ചേക്കണേ? മീൻകറിയോ? ആരാണത്? ഞാനാ. നീയോ? അതെ അതെ. ഈ ധാര കോരാൻ വേണ്ടിട്ട് ചട്ടി നോക്കി. ചട്ടി കണ്ടില്ല. ഞാൻ അടുക്കള ചെന്നപ്പോഴേ കരുവത്തിനകത്ത് ഇത്രയുള്ള 2 മീന്. ഞാൻ ഒന്നും നോക്കിയില്ല. അതിനെ വെട്ടി മുളകിറച്ചി കറി വെച്ച് ശകലം അങ്ങോട്ട് കഴിച്ചു നോക്കുമ്പോ എന്നതാ ഭയങ്കര ടേസ്റ്റ്. ഇത് പൂച്ച കെട്ടുന്നില്ലായിരിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന് ഈ ഉറിയെ കെട്ടി തൂക്കിട്ടിരിക്കുക. എവിടെന്തോയും മണത്തിന് അടിക്കറി കിടക്കുക. ഇവരുടെ മീൻകറി കണ്ടിട്ടില്ലേ? ദൈവമേ, അന്യായ വില കൊടുത്ത് വലുവ് മാറാണ്ട് ആന്ധ്രാന്ന് മേടിച്ചോണ്ട് വന്ന മുഴീനാണ് ഇവൻ കറി വെച്ച് വെച്ചേക്കുന്നത്. ഇനി ഞാൻ എവിടുന്ന് മുഴി ഉണ്ടാക്കും? കിടന്ന് ചാകാതെ ഞാൻ ആ തോട്ടിൽ 2 കാര്യം അങ്ങ് മേടിച്ചുതരാം. ഇതിന്റെ ഒരു കാര്യം അത് വലിയ കാര്യമാക്കണ്ടെന്നേ. അത് കളഞ്ഞാരേ. വൈദ്യുതി വന്ന കാര്യം ചോദിച്ചോട്ടെ. ഇവനെ എത്ര നാളോണ്ട് ഈ ചെറുക്ക ഈ ഒരു കിടപ്പ് കിടക്കുക. സത്യം ഇവൻ വന്നപ്പോഴത്തേന് എൻ എൽ ബാലകൃഷ്ണന്റെ തടിയായിരുന്നു. ഇപ്പൊ ഇന്ദ്രൻസ് പോലും തോറ്റു പോകുന്ന പരിവായി. ഒരു മനുഷ്യജീവി അല്ലേ അത്? പിഴിയാവുന്ന മാക്സിമം പിഴിഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കാതെ ഇതിനെ കഴുത്തിയരിച്ചാൽ കൊന്നുകൂടെ? അയ്യോ അയ്യോ അല്ല ഇവിടെ നിന്റെ കാര്യങ്ങളെ പറഞ്ഞു വരുമായിരുന്നു ചികിത്സയുടെ. അല്ല ഇവനെ ഈ ചവിട്ടി തിരുമുന്ന ഒരു തിരുമുകാലുകാരൻ ഇല്ലായിരുന്നല്ലോ? ഉണ്ടായിരുന്നു. മിനിങ്ങാന്ന് അവൻ ചവിട്ടി തിരുമാനത്ത് മോന്താരത്ത് കയറ് കിട്ടി പിന്നെ മേത്ത് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരുന്നപ്പോ കയറങ്ങ് പൊട്ടി പോയി നട്ടക്കണ്ണി അടിച്ചു വീണ് അവൻ അടുത്ത റൂമിൽ കിടക്കുക. അപ്പൊ പിന്നെ ഒരു ചവിട്ടി തിരുമുന്ന തടവുണ്ടായോ? ഞാൻ ഒരു തടവുകാരനെ ഇറക്കിയിട്ടുണ്ടെന്ന് മലബാറിന്ന്. മലബാറിന്ന് തടവുകാരോ? അതെവിടുന്ന്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരനാവും? എങ്ങനെ തടവുകാരനാവും? എടാ 68 വയസ്സുള്ള വല്യമ്മയുടെ 28 പറിച്ചോണ്ട് ഓടിയവൻ തടവുകാരനല്ലേ? അല്ലേ? സെൻട്രൽ ജയിലിൽ ഞാൻ അവനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. തൽക്കാലം തടവിട്ടൊന്ന് അസുഖം ഈ ചട്ടി എടുത്തൊന്ന് മാറ്റേ. അവൻ തിരുമിക്കോളും. സാധനം ഇരുമള നീ ലാഗ് ചെയ്ത് നിൽക്കാതെ. ഇങ്ങോട്ട് മാറിയുന്നു. എന്തോ ഷർട്ടിന് അളവെടുക്കുവാണോ? ഷർട്ടിന് അളവെടുക്കണമല്ല, അവന്റെ 4 വാരിയല്ലേ പൊട്ടി. ഒന്നാ പാവം തിന്നാ തീരുന്ന എടുത്തോണ്ട് ആശുപത്രിയിൽ. പെട്ടെന്ന് വേറെ ആൾക്കാരെ കാണുന്ന
പൈസ ഞാൻ എത്തിച്ചോക്കാം. ആ ഇതൊന്ന് പോ. ഇവിടെ പോകാം. ആ, ആ. കൊണ്ടോ. ആശുപത്രി കൊണ്ടുപോകണം നീ പോക്കാണെങ്കിൽ. പോട്ടെ, പോട്ടെ. വൈദ്യരെ! വൈദ്യരെ! പ്രകാശ്! പ്രകാശോ? വൈദ്യരെ! പ്രകാശ്! അയ്യോ, ഇങ്ങോട്ട് വാ, ഇങ്ങൊന്ന് വാങ്ങ്, വാ വാ വാ. വൈദ്യരെ നിക്കുന്നില്ല, നിക്കുന്നില്ല. ധൃതിയാണെങ്കി വിട്ടോ, നാളെ വന്നാ മതി. അതല്ല പറഞ്ഞത്, എന്റെ ഈ മുടുക്കത്തെ തുമ്മല് നിക്കുന്നില്ല. ഇവിടെ ഇരിക്ക്, ഇവിടെ ഇരിക്ക്. ഇവിടെ ഇരിക്ക്. ഇരി, ഇരി, ഇരി. ഇരി, 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 ഇരി. വാ, മതി, മതി. പ്രകാശ്! അതെ, ഞാൻ ഇന്നലെ തന്ന മരുന്ന് ഒഴിച്ചായിരുന്നോ? ഒഴിച്ചായിരുന്നു. കുറവുണ്ടോ? ലേശ കുറവുണ്ട്. ഇവൻ വന്നപ്പോ എങ്ങനെയാണെന്ന് അറിയാവോ? 12 വർഷം മുമ്പ് വന്നപ്പോ രഘു രഘു എന്നും പറഞ്ഞു വന്നതാ. ഇപ്പൊ പ്രകാശം വരെ ആയി. രഘുന്ന് പ്രകാശിലേക്ക് മാറ്റം കിട്ടി. മാറ്റം കിട്ടി. നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. അതെ, അത് ഈ ആയുർവേദം എന്ന് പറഞ്ഞാല് ആയുർവേദം എന്ന് പറഞ്ഞ പ്രകാശം അല്ലെന്ന്. ഇതിപ്പോ പതുക്കെ മാറും, ഇഴഞ്ഞിഴഞ്ഞ് മാറത്തൊളിച്ച് സമയം പിടിക്കും. പതുക്കെ ഇഴഞ്ഞ് മാറാനായിട്ടേ ആമരസായനാണോ വൈദ്യുതി കൊടുക്കുന്നത്? ഇവനെ എന്റെ ആണിയുള്ള കാലിനടിച്ചാണല്ലോ, ഇവൻ സേഫ്റ്റിക്ക് വന്ന് യാവുള്ളൂ. ചുമ്മാ വൈദ്യുതി കൊറ്റ പറയാൻ നിൽക്കാതെ അങ്ങോട്ട് മാറിപ്പോ അങ്ങോട്ട്. അതെ, ഞാൻ വേറൊരു മരുന്ന് തരാം കേട്ടോ. ആ, അത് ഒഴിക്കാം. ആ മരുന്ന് തരാം, ചെറിയ മരുന്ന്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോഴെങ്കിലും മാറി കിട്ടിയാ മതിയായിരുന്നു. ആ, മൂക്ക് പോക്ക്. പെട്ടെന്ന് ഒഴിക്കാൻ വൈദ്യരെ. ഇതെന്നാ കുതിരാങ്കുഹയോ? തലച്ചോറ് കാണാനുള്ള ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ. ആ, എങ്ങനെയുണ്ട്? ആകാശത്തിലേക്ക് മാറി. അത് മതി, അത് മതി. അതെ, നീ ഇത് ഒഴിച്ചാ മതി കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ വേറെ മരുന്ന് തരാം. പൈസ തന്നിട്ട് പണം. എത്രയാ? 25,000 സ്ഥിരം തന്നെയല്ലേ? 12 വർഷമായിട്ട് 20,000 രൂപ മേടിക്കുന്ന എനിക്ക് വൈദ്യരെ, ഞാനൊരു കാര്യം പറയാം. 12 വർഷമായിട്ട് ഞാൻ ഇവിടെ ചികിത്സക്ക് വരെയാണ്. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും വൈദ്യർക്ക് 25,000 വെച്ച് തരാനുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയപ്പോ 2 കോടിക്ക് അടുപ്പിച്ചായി. ഈ മരുന്ന് ഒഴിച്ചാലെങ്കിലും പോവോ? മാറൂന്ന്. അപ്പൊ അത് വേറെ വൈദ്യരെ കാണണോ? കൊല്ലും ഞാൻ. അവന്റെ ഒക്കെ അടുത്ത് പോയി നിന്നെ പറ്റിക്കോ അവര്. പൊക്കോ, പൊക്കോ. ഇതേ, അവൻ ആകാശം കണ്ടു തുടങ്ങി. ഈ പോക്കോയ നക്ഷത്രം കാണിച്ച് അടങ്ങത്തുള്ളൂ കേട്ടോ. അതെ, മരുന്ന് കൊണ്ടുവന്ന് ആ തെങ്ങും ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ പിന്നെ വൈദ്യരെ ഒരാള് വെളിയില് തിരുമാനായിട്ട് വന്ന് നിൽപ്പുണ്ട്. ഒറ്റ അടിയാൻ പറ്റുന്നതാണ്. ഇപ്പൊ സമയം 12 മണി. ഉച്ചയ്ക്ക് ഞാൻ തിരുമാറില്ല. അയ്യോ, വൈകുന്നേരം 4 മണിക്ക് വരാൻ പറ. അത് തന്നെ. നീ വേണി തിരുമ്മിക്കോളൂ. അതെങ്ങനെ ഞാൻ തിരുമ്പും? ഇവിടെ ലേഖ ഇളക്കി എന്റെ നടു ഉളുക്കിയിരിക്കുക. ഓ, ആദ്യമായിട്ട് കേൾക്കാണല്ലോ ലേഖ ഇളക്കി നടുവ് കൊടുക്കുന്നു. എന്നാ നീ അങ്ങ് തിരുമള. ഞാൻ ടയർഡാ. 2 ദിവസം ലീവ് വേണം എനിക്ക്. 4 ഇല പറിച്ചിടണാണ് നീ ടയേർഡായത്. വേർത്തല്ലോ നീ അങ്ങോട്ട് പണ്ട് കണ്ടമാനം. വേണം, ഇന്ന് വരെ നാളെ വരാൻ പറ കേട്ടോ. അല്ല വൈദ്യരെ, ആ പെങ്കൊച്ച് കുറെ നേരത്തെ പുറത്ത് നിൽക്കാന്ന് തോന്നുന്നു. പാവം. ആരാ? ഒരു പെങ്കൊച്ചെ കുറെ നേരത്തെ പുറത്ത് നിൽക്കല്ലേ? തങ്കച്ചോ? ഓ, എടാ, എത്ര വയസ്സുണ്ട്? ഒരു 18-20 വയസ്സ് വരും. ആണോ? ആണാനെങ്ങനെ? കുറ്റം പറയാൻ പാടില്ല കേട്ടോ. നല്ല സുന്ദരിയാ. നിക്കാൻ പറഞ്ഞാ ഇരിക്കും, ഇരിക്കാൻ പറഞ്ഞാ കിടക്കണ കൂട്ടത്തില. എങ്ങനെ? നിക്കാൻ പറഞ്ഞാ ഇരിക്കും, ഇരിക്കാൻ പറഞ്ഞാ കിടക്കും. അങ്ങനെ ഒരു നല്ല കൊച്ച്. എന്നാ നീ അവിടെ ചെന്ന് നിക്കാൻ പറ. ഓ, ഇവിടെ വരുമ്പോ ഞാൻ ഇരിക്കാൻ പറയാം. ഇതിന്ന് ചവാരിയെടുക്കാം. പിച്ചെടുക്കാൻ പോവാണോ? അല്ല, തീരുമാനമായിട്ട് തീരുമാനം നീ വേണം. തിരുമലചന്ദ്രൻ എനിക്കറിയാം തീരുമാനം. അല്ല, നമുക്കേ ഷെയറിട്ട് തീരുമാനം. ഇതെന്നാടാ മറ്റേ കുപ്പിയാണോ? 1/2 ലിറ്ററിന്റെ കുപ്പിയാണോ? വരണ്ട്. എന്താ പറ്റിയത്? നിങ്ങൾ പറ്റിക്കാതിരുന്നാ മതി. ഇങ്ങ് മാറി. എനിക്കറിയാം. വൈദ്യനാരാ? വൈദ്യനും വയസ്സനും ഞാൻ തന്നെ. ഓ, എന്റെ പേര് രേഷ്മ. ഞാൻ ഈ കബഡി കളിക്കുന്ന പെൺകുട്ടിയാ. അപ്പൊ എനിക്ക് ഇന്നലെ ടൂർണമെന്റ് ഉണ്ടായിരുന്നേ. അതിലിങ്ങനെ വന്ന് വീണു. അപ്പൊ എനിക്ക് നടു ഭയങ്കരമായിട്ട് ഉളുക്കി. എനിക്ക് ഒട്ടും വയ്യ. എനിക്ക് മറ്റന്നാ ടൂർണമെന്റ് ഉള്ളതാ. ഒന്ന് എനിക്ക് ശരിയാക്കി തരുമോ? ശരിയാക്കി തരുമോന്ന് ചോദിച്ചാൽ ഇത് ഭയങ്കര ഉൾക്കാട്ടോ. ഇത് എങ്ങനെ പോയാലും ഒരു 6 മാസത്തെ തിരുമുണ്ട്.
അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇവിടെ താമസിച്ച് കിടന്നോണ്ട് അതാ ശരിയാവുള്ളൂ. ഇത് എന്നടാ അത് പരിചയപ്പെട്ട് മതിയോ? വൈത്തിരിഞ്ഞു വന്നേ, ഇങ്ങോട്ട് വന്നേ. ഈ ഇവിടെ താമസിപ്പിച്ചുള്ള ചികിത്സ എന്ന് പോലെ തുടങ്ങിയത്? ഇന്ന് പോലെ അങ്ങ് തുടങ്ങാം. തുടങ്ങുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ പോക്സോ കേസ് എന്നും പറഞ്ഞോണ്ട് നിയമമുണ്ട്. അതിനാ 14 വർഷം കഴിഞ്ഞാലും പുറത്തിറങ്ങത്തില്ല. അയ്യോ, ആലോചിച്ച് ചെയ്താൽ മതി. എന്നാ ഇപ്പൊ തന്നെ പറഞ്ഞു. അതാ നല്ലത്. മോളിരി ഇരിക്കേ. സംഭവം ചെയ്താലോ? ഏത്? ഇരിക്കുമ്പോ കിടക്കൂന്ന് പറഞ്ഞു. ഇരിക്കൂന്ന ഞാൻ ഇരുന്നു ഇതിനെ. അല്ല, ഇരിക്കൂന്ന് പറഞ്ഞാൽ കിടക്കുന്നാണല്ലോ പതിവ്, അതുകൊണ്ട് ചോദിച്ചാ. അനാവശ്യം പറയുന്ന ഒരു പെൺകുട്ടി ഇവിടെ വരുമ്പം മസാജ് സെന്റർ ഉണ്ടാക്കിയ ചെയ്ത് ഞാൻ കാണിച്ചാ പുറത്ത് വേണോ? കോപ്പടിയിൽ ഇന്ന് പെമ്പിളരെ വിട്ടു. അനാവശ്യം പറയുന്നു വൃത്തികെട്ട മനുഷ്യൻ. നീ അല്ലടാ പറഞ്ഞ ഇരിക്കൂന്ന് പറഞ്ഞ കിടക്കൂന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞ എവിടെ തെറ്റി? ഇരിക്കാൻ പറഞ്ഞപ്പോ കടന്നില്ലേ? ആര്? ആ സായി. അയ്യോ, ഇവിടെ പോണം. ഏതായാലും ഫോൺ രവീന്ദ്രന്റെ ആ ആയുർവേദ കടയിൽ പോയി എന്തെങ്കിലും മരുന്ന് മേടിച്ച് കഴിക്കണം. അയ്യോ, പോണോ? ഫോൺ അവിടെ വെള്ളത്തിൽ വീണു. ആ, ഇതേ എറണാകുളത്ത് നിന്ന് ഞാൻ കാറ്റ് പണിയുന്നുണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കണ മേസ്ത്രി. ഹലോ, 2 ലക്ഷം രൂപ ഞാൻ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കി തരും? ഇന്നലെ 2 ലക്ഷം രൂപ തന്നതല്ലേ? നുള്ളി പറിക്കാൻ ചെല്ലെങ്കിലും കിട്ടും. ഒരു 1,70,75,000 രൂപ ഉണ്ട്. 20,000 രൂപ എങ്ങനെ ഉണ്ടാക്കി ഇപ്പൊ തന്നെ തരാവേ. ഇപ്പൊ തന്നെ തരാം. എന്താ ഇതൊന്ന് പിടിച്ചേ. ഇതൊന്ന് ഐശ്വര്യമായിട്ട് പിടിച്ചേ. ഇതെന്നെ പോലും പൈസ പൊതിഞ്ഞോണ്ടാണോ? ഇതെന്നെ ആനവാലോ? ആനവാല ഇതാ. എടോ, ഇതെന്റെ പേരക്കുട്ടി എന്റെ മൂക്കിന്ന് വെട്ടിയെടുത്ത രോമം. പറഞ്ഞ മനസ്സിലായ? അതോടുകൂടി എന്റെ തുമ്മലും മാറി. 12 കൊല്ലമായിട്ട് താൻ വിചാരിച്ചിട്ട് മാറ്റാത്ത തുമ്മല എന്റെ പേരക്കുട്ടി ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിയത്. അപ്പൊ താൻ ഇത്രയും നാളെ എന്റെ മൂക്കിൽ ഒഴിച്ചോണ്ടിരുന്നത് മുടി വളരാനുള്ള മരുന്നായിരുന്നല്ലേ? അയ്യോ, 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 അയ്യോ. 12 കൊല്ലമായിട്ട് തുമ്മി എന്റെ ഇടപാട് തീർന്നു. യവന്റെ മൂക്കിൽ ഇപ്പൊ ഒഴിച്ചേക്കരുത്. യവൻ തന്നെ മുടി വളരാനുള്ള മരുന്നാ. എങ്ങനെ ഉണ്ടടാ ഇപ്പൊ? എന്റെ കഥ തീർന്നെന്ന്.